ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് ഓഫ് ആൻ AP whose second and third term are 14 and 18 respectively. ഓക്കെ, അപ്പോൾ സം ഓഫ് 51 ടേംസിൻ്റെ സമ്മ് കാണണം. നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം 14 ആണ്, തേർഡ് ടേം 18 ആണ്. സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാ കോമൺ ഡിഫറൻസ് കാണുക? തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 18 - 14 എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 4 കിട്ടി. ഇനി ഫസ്റ്റ് ടേം കാണാമല്ലോ. ഫസ്റ്റ് ടേം എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേമെന്ന്. എന്തിനാണ് ഫസ്റ്റ് ടേം ഒക്കെ കാണുന്നത്? നമുക്ക് സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? n/2 ഇൻറ്റു a + l ആണ് അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം കാണാൻ സെക്കൻഡ് ടേം എന്ന് കോമൺ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ സെക്കൻഡ് ടേം 14 ആണ്, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 4 പോയാൽ 10 കിട്ടും. ഇനി ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇനി 51th ടേം കാണാം. A51 = a + 50d കിട്ടും. 51th ടേം കാണാൻ 50d കിട്ടും. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം, ദെൻ കോമൺ ഡിഫറൻസ് d ആണ്, ഫസ്റ്റ് ടേം 10 ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ 10 എന്ന് കൊടുത്തു. നമുക്കത് അവിടെ നിന്ന് വായിക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ എയുടെ സ്ഥാനത്ത് 10, ഫസ്റ്റ് ടേം 10, ദെൻ 50d ആണ്, 50 × d 4 ആണ് കൊടുത്തു. ഇവിടെ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ 10ലോട്ട് 50 ആഡ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യരുത്. കാരണം ബോർഡ് മാസ് പ്രകാരം ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 10 + 50 × 4, 50 × 4 200 ആണ്. സോ 200 + 10 210 വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമും ആയി, ലാസ്റ്റ് ടേമും ആയി. ഇനി നമുക്ക് എന്താ സമ്മ് കാണാമല്ലോ. എങ്ങനെയാണ് സമ്മ് കാണുക? n/2 ഇൻറ്റു a + l. n എന്ന് പറയുന്നത് 51 ആണ്. ഓക്കെ, നമുക്ക് A2ഉം A3ഉം മാത്രമായിരുന്നു തന്നിരുന്നത്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് നമ്മൾ ആദ്യം കണ്ടു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ടേം എന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് ഫസ്റ്റ് ടേം കണ്ടു. അതിനുശേഷം നമ്മൾ 15th ടേം, 51 ടേംസ് ആണ്, അപ്പോൾ 51th ടേം കണ്ടു. അത് 210 കിട്ടി. ഇനി സമ്മ് കാണണം. ഓക്കെ, അപ്പോൾ 51/2 ഇൻറ്റു A 10 ആണ്, L 210 ആണ്. സോ 210 + 10 220 കിട്ടും. ഇനി ഈ 220യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 220യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 110 കിട്ടും. ഓക്കെ, ഇനി 110നെ 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ 0 മാറ്റി വെച്ചിട്ട് 51നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 51നെ എങ്ങനെ 11 പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആദ്യം ഒരു 51 എഴുതുക, അതായത് 51നെ 1 മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും 1 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേസ് മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക? അടുത്തൊരു 51 എഴുതുക, എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 1, 5 + 1 നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ 5. ഇനി 110ൻ്റെ ഒരു 0 അല്ലേ, ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5610 കിട്ടും. ഓക്കെ, അപ്പോൾ 51 ടേംസിൻ്റെ സം എത്രയാണ് വരുന്നത്? 5610 കിട്ടും. ഓക്കെ ആണല്ലോ.